ഹായ് ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം കേട്ടോ. അപ്പോൾ ട്രാവൽ വിത്ത് സജിലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പോകാൻ പോകുന്നത് ഒരു അഡ്വഞ്ചർ ട്രിപ്പാണ്. അഡ്വഞ്ചർ ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കക്കാടംപോയിലാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ രാവിലെ 6:30 മണിക്കാണ് നമ്മൾ പോണത്. ഗുരുവായൂരിൽ നിന്നാണ് നമ്മുടെ ട്രിപ്പ്. നമ്മുടെ പാക്കേജാണ്. ഫുഡും കാര്യങ്ങളൊക്കെ നമ്മളാണ് കൊണ്ടുപോകുന്നത്. പാർട്ടിക്കാർ ഗുരുവായൂരിൽ നിന്നാണ്. സന്തോഷേട്ടൻ്റെ ട്രിപ്പാണ്, പാക്കേജ് ട്രിപ്പാണ്, വൺ ഡേ ട്രിപ്പാണ്. അപ്പോൾ ഒരുപാട് പേര് എൻക്വയറി നടത്തിയിട്ടുണ്ട്. കക്കാടംപോയിൽ പോയി കഴിഞ്ഞാൽ എന്തൊക്കെ കാണാണ്ട്, കക്കാടംപോയിൽ എങ്ങനെയാണ് പോവുക, നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ എങ്ങനെയൊക്കെയാണെന്നൊക്കെ ഫുൾ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോയിൽ ഇന്ന് പരമാവധി മുഴുവൻ കാര്യങ്ങളും നമുക്ക് ഉൾപ്പെടുത്താം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ കക്കാടംപോയിൽ പോകാൻ ആഗ്രഹിക്കുന്നവർ ഈ വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവർക്ക് വീഡിയോ എത്തിക്കുക. പുതുപുത്തൻ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് കക്കാടംപോയിൽ വിശേഷങ്ങൾ കാണാം. അപ്പോൾ ഗുരുവായൂരിൽ നിന്നാണ് നമുക്ക് ട്രിപ്പ്. ഇത് നിൽക്കുന്നവരാണ് നമ്മുടെ വണ്ടിയിൽ ഇന്നത്തെ യാത്രക്കാരായിട്ടുള്ളവർ. അപ്പോൾ ഇവരെയും കൊണ്ടാണ് നമ്മൾ കക്കാടംപോയിൽ പോണത്. പോകുന്ന വഴിക്ക് നമ്മളൊരു പൈനാപ്പിൾ തോട്ടം വിളവെടുപ്പ് കണ്ടു. അപ്പോൾ അവിടെ നിർത്തി ഒരു പൈനാപ്പിളൊക്കെ മേടിച്ചു. പക്ഷേ മേടിച്ചപ്പോഴാണ് പിന്നീട് നമ്മുടെ വണ്ടിയിലുള്ള എല്ലാവരും പൈനാപ്പിൾ 4 കിലോ 5 കിലോ ഒക്കെ വെച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കക്കാടംപോയിലേക്ക് പോകുന്നവരുടെ പ്രത്യേകതയ്ക്ക് അതവിടെ ഒരുപാട് സ്ഥലങ്ങളൊന്നും കാണാനായിട്ടൊന്നുമില്ല. കാണാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെള്ളച്ചാട്ടം, പിന്നെ അതുപോലെ തന്നെ അവിടെ ഒരു ജീപ്പ് ട്രക്കിങ്, കുരിശുമല, പിന്നെ അതുപോലെ ഒരു പാർക്കാണുള്ളത്. പിന്നെ നമുക്ക് അവിടെ സ്റ്റേ എടുത്ത് നല്ല അടിപൊളി എന്താ പറയുക വൈബൊക്കെ ആസ്വദിക്കാൻ പറ്റിയൊരു അടിപൊളി സ്ഥലമാണ്. നല്ല തണവും നല്ല ക്ലൈമറ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതാണ് അവിടെ ഉള്ളത്. അല്ലാണ്ട് ഒരുപാട് പ്രതീക്ഷകളായിട്ട് ആരും അങ്ങോട്ടേക്ക് ചെല്ലണ്ട. പിന്നെ കുത്തനെയുള്ള കയറ്റവും, അത് നല്ലൊരു കയറ്റവും പെട്ടെന്നുള്ള വളവുകളൊക്കെയാണ്. അപ്പോൾ വാഹനങ്ങൾ ഓടിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക, സൂക്ഷിച്ച് വേണം പോകാനായിട്ട്. പിന്നെ അവിടെ ഹോട്ടലുകൾ അത്രയധികം ഹോട്ടലൊന്നുമില്ല. കക്കാടംപോയിൽ ടൗണിൽ കുറച്ച് ഹോട്ടലുകളുണ്ട്. പിന്നെ നിങ്ങൾ സ്റ്റേ എടുക്കുന്ന റൂമിൽ നിങ്ങൾ അറിയിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ അവർ ഭക്ഷണം എത്തിക്കലും കാര്യങ്ങളൊക്കെ ചെയ്യും. ഇത്തരം കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. ഇതാണ് കക്കാടംപോയിലിനെ കുറിച്ച് പറയാനുള്ളത്. പോകുന്ന വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ തൃശ്ശൂരിൽ നിന്നാണ് പോയത്. ഞങ്ങൾ പോകുന്ന വഴിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് പോകുമ്പോൾ മുക്കം മരിക്കോട് വഴിക്കാണ് നമ്മൾ കക്കാടംപോയിലേക്ക് പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിയൊക്കെ നല്ല അടിപൊളി റൂട്ടും കാര്യങ്ങളൊക്കെ. അപ്പോൾ അവിടെ ഒരുപാട് റിസോർട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അവരെ സമീപിക്കാം. നമ്പറുകളും കാര്യങ്ങളൊക്കെ ഓൺലൈനായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വൺ ഡേ പരിപാടി ചെയ്തുകൊണ്ട് നമുക്ക് റിസോർട്ടോ കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇതിന് മുന്നേ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ റിസോർട്ട് എടുത്തു. പക്ഷേ നമ്മുടെ വണ്ടികൾ നമ്മൾ അങ്ങോട്ട് ചെല്ലില്ല. അപ്പോൾ വണ്ടി എത്താത്ത ഒരുപാട് റിസോർട്ടുകളും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അവർ നിങ്ങൾ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജീപ്പ് നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തരും. വണ്ടി താഴെ പാർക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ജീപ്പിൽ പോകാവുന്നതാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ കക്കാടംപോയിലെ വിശേഷങ്ങളൊക്കെ. അപ്പോൾ ഇത് കക്കാടംപോയിൽ ടൗണാണ്. ഇവിടെയാണ് കുറേ ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലാത്ത പക്ഷം നിങ്ങളുടെ റിസോർട്ടിൽ വിളിച്ച് ഭക്ഷണവും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുക, നിങ്ങളുടെ യാത്ര മനോഹരമാക്കുക. കാരണം വെച്ചാൽ കക്കാടംപോയിൽ എന്ന് പറഞ്ഞാൽ വലിയൊരു സ്ഥലമൊന്നുമല്ല, ചെറിയൊരു സ്ഥലമാണ്. ജീപ്പിൽ ട്രക്കിങ്ങിൽ എന്തായാലും പോകണം. ട്രക്കിങ്ങിൽ പോയിട്ടാണ് നമുക്ക് അവിടെ സ്ഥലങ്ങൾ കാണാനേ പറ്റുള്ളൂ. പിന്നെ ഒരു ഫോഗി പാർക്ക് അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരാണ് നമ്മുടെ വണ്ടിയിൽ വന്നിട്ടുള്ള നമ്മുടെ ഇന്നത്തെ അതിഥികളായിട്ടുള്ളവർ. അപ്പോൾ അവർക്ക് ഭക്ഷണവും യാത്രയും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ തന്നെ പാക്കേജ് ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡൊക്കെ നമ്മൾ തന്നെയാണ് അറേഞ്ച് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവർക്ക് വീഡിയോ എത്തിക്കുക. അപ്പോൾ മറ്റുള്ള പുതുപുത്തൻ വീഡിയോയിൽ കാണുന്നവരെ സൈനിങ് ഓഫ് ട്രാവൽ വിത്ത് സജിൽ.